സോ ഹണി റോസ് വ്യക്തമായിട്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതായത് തനിക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ആ ഒരു വ്യക്തി വീണ്ടും വീണ്ടും തന്നെ അപമാനിക്കുന്ന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളുമായും മോശമായ രീതിയിലും വരികയാണെങ്കിൽ തീർച്ചയായും താൻ നിയമ നടപടികളിലേക്ക് കടക്കും, നിയമസഹായം തേടും എന്ന് തന്നെയാണ് ഹണി റോസ് പറയുന്നത്. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകണമായിരുന്നു എന്നാണ് പേഴ്സണലി എന്റെ അഭിപ്രായം. ഞാൻ തന്നെ ഹണി റോസിന്റെ പല വീഡിയോകളുടെയും അല്ലെങ്കിൽ പോസ്റ്റുകളുടെയൊക്കെ കമന്റ് സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അത്രയധികം മോശപ്പെട്ട കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് പോലും നമ്മൾ അറിയാതെ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഹണി റോസ് ഇതിനെതിരെ പ്രതികരിക്കാത്തത്, അല്ലെങ്കിൽ ഇതിനെതിരെ ഇത്രയും സൈബർ ബുള്ളിങ് നടക്കുമ്പോഴും അതിനെതിരെ നിയമസഹായങ്ങൾ തേടാനോ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോവാനോ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് ഹണി റോസ് തയ്യാറാവാത്തത് എന്നുള്ളത് നമ്മൾ മുൻപ് തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയധികം മോശമായിട്ടുള്ള കമന്റുകളാണ് പല കമന്റ് സെക്ഷനുകളിലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ഇപ്പൊ ഈ ഒരു വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടോ ഇത്രയും വലിയൊരു വഷളൻ ആരാണ് എന്നുള്ളത്. കാരണം ഹണി റോസിന്റെ കാര്യം മാത്രമല്ല, മറ്റ് ഒരുപാട് സ്ത്രീകളുടെ കാര്യത്തിലും ഒരുപാട് വേദികളിലും ഈ ഒരു വ്യക്തി ഇതുപോലുള്ള യാതൊരു നിലവാരവും ഇല്ലാത്ത തേർഡ് റേറ്റ് ജോക്കുകൾ പറയുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് മറ്റുള്ളവർ അതിനെ എങ്ങനെയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള തരം താഴ്ന്ന തമാശകളൊക്കെ കേട്ടിട്ട് അതിനെ കൈകൊട്ടിച്ചിരിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും കുറെ വഷളന്മാര് ഉള്ളത് തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു പോസ്റ്റിന് അടിയിൽ തന്നെ ആയാലും ബോച്ചെ ഉയിർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോച്ചെ എന്നുള്ളതാണ് ആ ഒരു വ്യക്തിയുടെ പേര് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് പറയാനിടയായതും. അപ്പൊ ബോച്ചെ ഉയിരാണ്, ബോച്ചെ അതാണ്, ബോച്ചെ ഇതാണ്, ബോച്ചയെ തൊടാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹണി റോസ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നത് കൊണ്ടല്ലേ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു വസ്ത്രധാരണം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് മറ്റ് ഏത് വ്യക്തിയായിക്കോട്ടെ, അത് സമൂഹമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഏത് വ്യക്തികൾക്കും കടക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റ്സും ആരും തന്നിട്ടില്ല. ഹണി റോസിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഏത് രീതിയിൽ നടക്കണമെന്ന് തീരുമാനിക്കാനും അവർക്ക് അവകാശമുണ്ട്. അത് അവരുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന അവരുടെ മൗലിക അവകാശമാണ്. അപ്പൊ അതിന് തടയാനൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള അവകാശമോ അധികാരമോ ഇല്ല. അപ്പൊ ചിലരൊക്കെ പറയുകയായിരിക്കും ഹണി റോസിന് ഇങ്ങനെ നടക്കാമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ വസ്ത്രധാരണം നടത്താം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കമന്റ് ചെയ്യാൻ ഞങ്ങൾക്കും സാധിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്കും അതിനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് ഒരിക്കലുമില്ല.